ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ രാത്രികാല സമയങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം, പക്ഷേ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. മേ ബി ഇത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ഒരു സക്സസ് ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതെ, യെസ്, ഡെഫിനറ്റ്ലി ആ വ്യക്തി ഓരോ സാഹചര്യങ്ങളോടും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ അവരിലുണ്ട്. പക്ഷേ എങ്കിലും ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ ആ ഒരു വ്യക്തി അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ആ ഒരു കാര്യം അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അരികിലേക്ക് വരാനും നിങ്ങളെ നേരിട്ട് കാണാനും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. യെസ്. പക്ഷെ ഏതൊരു സാഹചര്യമായിരുന്നാലും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ടൈമിന്റെ ഒരു എൻഡ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുന്ന ഒരു സമയം, നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു മൊമെന്റ് ആണ് വരുന്നത്. ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. ആൻഡ് യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലർക്കും ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് കുറച്ച് വീക്ക് ആകുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളും ക്ഷമയോടുകൂടി കാത്തിരുന്ന വ്യക്തികളാണ് പലരും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാകുന്നത് വരെയുമാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ മാറ്റം വരാൻ അതിനുള്ളൊരു സാധ്യതയായിരിക്കാം. മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്ന സമയത്തോ കണ്ടതിന് ശേഷമോ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അതിനുള്ളൊരു ചാൻസ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലായിട്ടും വരുന്നുണ്ട്. നമ്പർ 2, നമ്പർ 33, 32 ഒക്കെ ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ മാസ്റ്റർ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളതും വിക്ടറി എന്നുള്ള കാർഡാണ്. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു സക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. വളരെ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് പോലും ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എനിക്ക് എത്ര പേർക്ക് ഇത് റെസൊനേറ്റ് ആവുമെന്നറിയില്ല. പക്ഷെ അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അതുകൊണ്ട് അത്രയും പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് തവണ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ള വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നേരം തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം അവരിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും അധികം സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുക. അവർ തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി ആണ് അന്വേഷിക്കുന്നത്. നിങ്ങളിലേക്ക് നേരിട്ട് വരാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണെങ്കിലും അവരൊരു അഡ്ജസന്റ് പോസിബിലിറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്, ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങളെല്ലാം
അവർ അവഗണിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഈ വ്യക്തി ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? ഓക്കെ, ഇതൊരു ചോദ്യം തന്നെയാണ് ആദ്യമായിട്ട് അവർ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആണോ? അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. നിങ്ങളുടെ ഫീലിങ്സ് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നവർ മനസ്സിലാക്കുന്നു. യു ആർ മൈ സോൾമേറ്റ്, ഐ ലവ് യു അൺകണ്ടീഷണലി. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട്. അവർ അത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നു. യു വേർ റോങ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നതാണ്. ചിലപ്പോൾ ഈ സാഹചര്യം കൊണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ വ്യക്തിയുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയത് ആ ഒരു കാര്യം, അവരെക്കുറിച്ച് നിങ്ങൾ തെറ്റായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. ഒരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു. ഞാൻ നിന്നെ അർഹിക്കുന്നില്ല എന്ന് പോലും അവർ നിങ്ങളോട് പറയാണ്. അത്രയും അത്രയും സിൻസിയർ ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചു. ആ പ്രണയം ആ വ്യക്തിക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് അംഗീകരിക്കാനോ നിങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകാനോ ഒന്നും കഴിയാതെ പോയതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ആ വ്യക്തി ചിന്തിച്ചു പോയത്. When I met you, my life completely changed. I don't wish to lose you. Okay. നിങ്ങളെ അവർ കണ്ടുമുട്ടിയപ്പോഴാണ് അവരുടെ ലൈഫിൽ അത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. I just wanted to let you know I am thinking of you right now. Lots of feelings from my heart. ഈ ഒരു നിമിഷവും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പോലും അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. യെസ്, ഡെഫിനറ്റ്ലി അവർ എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതും വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ നിങ്ങളെ അറിയിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടിയാണിത്. ഓക്കെ. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. ഇപ്പോൾ അവര് നിങ്ങളെ അവരുടെ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അത്രയും നിങ്ങളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും എണ്ണി കാത്തിരിക്കുകയാണ്. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, ഒരു മാറ്റം അവരുടെ ലൈഫിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വിൽ യു വെയിറ്റ് ഫോർ മീ? അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ? ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്.